ഹലോ ഗായ്സ്, കുറച്ച് നാളായില്ലേ നമ്മൾ കണ്ടിട്ട്. വെക്കേഷനൊക്കെ തീരാറായപ്പോഴാണ് വീഡിയോസൊക്കെ ഇട്ട് തുടങ്ങിയത്. കുറച്ച് തിരക്കിലായിരുന്നു ഗൈസ്, സമയമൊന്നും കിട്ടിയില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഇന്നൊരു ഷവർമ്മ കഥയാണ്. കഥ എന്ന് പറയാൻ വേറെ ഒന്നുമല്ല, എനിക്ക് ഷവർമ്മ കഴിക്കാൻ ഭയങ്കര കൊതി. അപ്പോൾ ഞാൻ പപ്പോടും മമ്മിയോടും പറഞ്ഞു. ആദ്യം അവർ കേട്ടില്ല, മീൻസ് ആദ്യം അവർ സമ്മതിച്ചില്ല. പിന്നെ ഞാൻ സമ്മതിച്ചില്ല, പിന്നെ സമ്മതിപ്പിച്ചെടുത്തപ്പോൾ ഇത്തേക്ക് ഒരു 8 മണിയായിട്ടുണ്ടാവും. അങ്ങനെ ഞങ്ങൾ തോംസൺ കാസിൽ പോയി ചോദിച്ചു, അവിടെയില്ല. വർക്ക് സ്ട്രീറ്റിൽ പോയി, അവിടെയും ഇല്ല. ലാസ്റ്റ് കുക്ക് ഡോറില്ലേ, ആ ഒരു സ്ഥലത്ത് വന്ന് തജൈൻ എന്ന് പറഞ്ഞിട്ട് ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അവിടുത്തെ ബിരിയാണിയൊക്കെ നല്ല സൂപ്പർ ടേസ്റ്റാണ്. അത് ആ ഒരു ഓർമ്മയിൽ പോയതാണ്. പിന്നെ അവിടെ ഷവർമ്മയുടെ ബോർഡും കണ്ടു. അപ്പോൾ അവിടെ പോയി നോക്കാമെന്ന് പറഞ്ഞിട്ട് പോയി നോക്കിയപ്പം അവിടെയും ഇല്ല ഷവർമ്മ. ഞങ്ങൾ ചമ്മിപ്പോയി ഗൈസ്. അങ്ങനെ ലാസ്റ്റ് കുക്ക് ഡോറിൽ തന്നെ പോണ്ട വന്നു. അപ്പോൾ അവിടുത്തെ ഷവർമ്മ മുമ്പ് നല്ല ടേസ്റ്റാണ്. പിന്നെ ഞാൻ എന്താ പറയുകയെന്ന് വെച്ചാൽ എൻ്റെ അനിയനോട് എല്ലായിടത്തും അന്വേഷിച്ചു, വേറെ എവിടെയും ഇല്ല ഷവർമ്മ എന്നൊക്കെയാണ് ഞങ്ങൾ പറയണത്. അവനും എനിക്ക് തിരിച്ച് റിപ്ലൈ തരുന്നുണ്ട്, എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല. പിന്നെ ഷവർമ്മയ്ക്കുള്ള വലിയൊരു നീണ്ട കാത്തിരിപ്പായിരുന്നു. എന്താ വെച്ചാൽ ഇത് മേളിലാണ്, താഴെ തീരെ സ്ഥലമില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ മുകളിൽ വന്നിരുന്നത്. മുകളിലും എനിക്ക് തോന്നുന്നത് അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. അവസാനം ഷവർമ്മ വന്നു. എനിക്ക് നല്ല സന്തോഷമായി ഗൈസ്. പിന്നെ നമ്മൾ എക്സ്ട്രാ മയോണൈസ് പറഞ്ഞാൽ അവർ തരും കേട്ടോ. നമ്മളത് പറയണം, കാരണം എന്താ വെച്ചാൽ ഷവർമ്മയുടെ ഉള്ളിൽ മയോണൈസ് തീരെ ഇല്ലാത്ത പോലെയാണ് എനിക്ക് തോന്നിയത്. ഞാൻ എന്ത് കിട്ടിയാലും മണപ്പിച്ച് നോക്കും, എന്നിട്ടേ കഴിക്കും. നിങ്ങളിങ്ങനെയാണോ? കമൻറ്റ് ചെയ്തോളൂ കേട്ടോ ഗൈസ്. അപ്പോൾ അതാണ്ട് ഞാൻ ഷവർമ്മ കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷേ എനിക്ക് കുറച്ച് ഡ്രൈ ആയിട്ട് തോന്നി, അത്രേ ഉള്ളൂ. മമ്മിയും കഴിക്കുന്നുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.